സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത, ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത ഈ എളിയവനായ എനിക്ക് ദൈവം നൽകിയ ഏതാനും ഗാനങ്ങൾ, ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താനുണ്ടായ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്തെ ധ്യാനചിന്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ്. ഞങ്ങളുടെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. അപ്പച്ചനും അമ്മച്ചിയും പശുക്കളെ വളർത്തി വീട്ടിൽ കൂലിവേല ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മക്കളെയൊക്കെ വളർത്തിയത്. ഈ അവസരത്തിൽ ചെറുപ്പകാലത്ത് പാലും കൊണ്ട് പോകുമ്പോൾ, സൊസൈറ്റിയിൽ പാലും കൊണ്ട് പോകുമ്പോൾ ദേവാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന മനോഹരമായ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ഗാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയൊരു കാലം ഓർക്കുകയാണ്. അന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഗാനം എഴുതാനോ അതിന് ഈണം നൽകാനോ സാധിക്കുന്ന ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സംഗീതത്തോട് ഉള്ളിൽ വലിയ സ്നേഹമുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സെമിനാരിയിൽ കൊണ്ടുപോയി ആക്കി പ്രാർത്ഥിച്ച് അവർ പടിയിറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സെമിനാരിയിൽ ഒരു സംഗീത അധ്യാപകൻ വന്നു. സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു ഹാർമോണിയം കൊണ്ടുപോയി വെച്ചു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്ന് പഠിച്ചെടുക്കണം, അതൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ റെക്ടറേഷൻ പറഞ്ഞു, താല്പര്യമുള്ള ബ്രദേഴ്സിനൊക്കെ സംഗീതം പഠിക്കാം, നിങ്ങളെല്ലാവരും വരിക. അപ്പോൾ ഞങ്ങൾ 10-14 പേര് ചെന്നു. അപ്പോൾ എനിക്ക് ഒരു വലിയൊരു പ്രശ്നം, ഈ ഹാർമോണിയത്തിന് നമുക്കറിയാലോ, ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ കാറ്റടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കട്ടകൾ വായിക്കുമ്പോഴാണ് ഹാർമോണിയം സംഗീതം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ സാറ് ഒരു പ്രാവശ്യം എല്ലാവരും കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെക്കൊണ്ട് അത് കാണിച്ചു തന്നത് അതുപോലെ വായിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, കാറ്റടിയുമ്പം കൈ ഓടുകയില്ല, കൈ ഓടുമ്പം കാറ്റടിയില്ല. അങ്ങനെ ഞാൻ വളരെ ദുഃഖത്തോടുകൂടെ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, വിഷമത്തോടെ ഇറങ്ങിപ്പോവുകയാണ്. ഞങ്ങളുടെ പള്ളി മാങ്കോട് ദേവാലയം വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ്. എല്ലാവരും കൃഷിക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ കാഞ്ഞിരക്കൊല്ലി ഇടവകയും ആ ദേവാലയവും ഒക്കെ ഒരുപോലെ ഏകദേശം ഒരേ ഒരു പശ്ചാത്തലമായിട്ട് തോന്നുകയാണ്. കൂടുതൽ കർഷകരാണ്, ഒത്തിരിയേറെ പ്രാർത്ഥനയുള്ള, ഭക്തിയുള്ള, മാതൃഭക്തിയുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ലഭിക്കും എന്ന അമ്മച്ചി പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഞാൻ അന്ന് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തായ ദിവസം ഞാൻ തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരു മാതൃസ്വരൂപമുണ്ട്, മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, നല്ല പ്രകാശിതയായ അമ്മ. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ 10 വിരലുകളും മാതാവിൻ്റെ രൂപത്തിൻ്റെ പാദത്തിൽ ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ ഈ ഹാർമോണി ക്ലാസ്സിൽ ഒന്ന് പ്രവേശനം കിട്ടാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് വാങ്ങിത്തരണം എന്ന് പ്രാർത്ഥിച്ചു. സത്യത്തിൽ എനിക്ക് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരീരത്തിൽ മുഴുവൻ കുളിര് കോരിയിടുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ച് കണ്ണുകളൊക്കെ നിറഞ്ഞു, തിരിച്ചു പോന്നു. കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച സാറ് വന്നപ്പോഴും എനിക്ക് ക്ലാസ്സിൽ പ്രവേശനമില്ല, കാരണം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായ ആളാണ്. അപ്പോൾ ഞാൻ സെമിനാരിയുടെ ഈ സംഗീത പഠന ക്ലാസ്സിൻ്റെ ജനലിലൂടെ മറ്റ് സഹോദരങ്ങൾ ഇത് വായിക്കുന്നു പഠിക്കുന്നു ഒക്കെ നോക്കി, കാരണം ഒത്തിരി സംഗീതം പഠിക്കണം എന്ന് ഒത്തിരി ആഗ്രഹം മനസ്സിൽ. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് എന്തോ ഈ അധ്യാപകന് ഒരു ദൈവിക പ്രചോദനം എന്നോണം ഹാരിസ് ഭായി എന്ന ലോകപ്രശസ്തനായ അധ്യാപകനായിരുന്നു സെമിനാരിൽ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഒരു തബല വിദ്വാനാണ്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വളരെ ജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം, ബ്രദർ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സാറ് കാണിച്ചു തന്ന ഈ ആരോഹണ അവരോഹണങ്ങൾ ഒന്ന് വായിക്കാൻ നോക്കി. എനിക്ക് യഥേഷ്ടം അത് വായിക്കാൻ പറ്റി. അങ്ങനെ സംഗീത ക്ലാസ്സിൽ ബാലപാഠങ്ങൾ മാത്രം സെമിനാരിൽ 3 വർഷം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈ മാതാവിലൂടെ കിട്ടിയ ഒരു സംഗീത വരദാനം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് മൈനർ സെമിനാരി കഴിഞ്ഞു, മേജർ സെമിനാരിയിലെത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒരു റാസക്കുർബാനയ്ക്ക് മണിമല എന്ന് പറയുന്ന ഇടവകയിൽ സഹായിക്കാനായിട്ട് പോയി. തിരിച്ചു വരുന്ന യാത്രയിൽ മുഴുവൻ സമയം ജപമാല ചൊല്ലിക്കൊണ്ടാണ് വന്നത്. അന്ന് വൈകുന്നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ദൈവം
മാതാവിൻ്റെ മധ്യസ്ഥത്താൽ എളിയവനായ എന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഞാനന്ന് പെൻസിൽ ഉപയോഗിച്ച് കോറിയിട്ട ഈ ഇരടികൾ ആദ്യമായിട്ട് എഴുതിയ ഈ ഗാനം അതിൻ്റെ 4 വരി നിങ്ങൾക്ക് വേണ്ടി പാടാം. എന്നിട്ട് ക്രിസ്മസ് ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. ഈ ഗാനത്തിൻ്റെ അനുപല്ലവി ക്രിസ്മസ് കാലത്തോട് ചേർന്ന് വരുന്ന ഒരു ചിന്തയ്ക്ക് നമ്മളെ സഹായിക്കും. ഈ അനുപല്ലവി ഇപ്രകാരമാണ്: രാജാതിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്. പാപി ദാസന് പാഥേയമാകാൻ, പാഥേയം നമുക്കറിയാം, ഒരു യാത്രക്കാരൻ പോകുമ്പോൾ അവൻ ക്ഷീണിതനാകുമ്പോൾ അവന് കൂടെ കൊണ്ടുപോകുന്ന പൊതിച്ചോറാണ് പാഥേയം. ജീവിതയാത്രയിൽ തളർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ആത്മീയ ഉണർവ് നൽകുന്ന പരിശുദ്ധ കുർബാനയാണ് അവിടെ പരാമർശ വിഷയം. പാപി ദാസന് പാഥേയമാകാൻ തിരുവോസ്തിയായതിൻ്റെ രഹസ്യമെന്തേ. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. ഈ ഇരടികൾ കുറിക്കാൻ നിദാനമായത് ഒരു ക്രിസ്മസ് രാത്രിയുടെ ഓർമ്മയാണ്. അന്ന് അമ്മച്ചിയുടെ കൂടെ പാതിര കുർബാനയ്ക്ക് ഉണ്ണീശോയെ കാണാൻ ചെന്ന ദിവസം അച്ഛൻ ദിവികാരനെയും ഈശോയെയും ഏന്തി 2 വശത്ത് തിരികൾ പിടിച്ച് അമ്മയുടെ അരികിലെത്തുമ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈശോയെ സ്വീകരിക്കുന്ന എൻ്റെ അമ്മച്ചി. ഞാനും കൊച്ചുകുട്ടി എന്തോ ഒരു സമ്മാനം ഇത് കിട്ടാൻ വേണ്ടി എൻ്റെ കൈ നീട്ടി. അപ്പോൾ അച്ഛന് തരാതെ കടന്നുപോയി. വീട്ടിൽ ചെന്നിട്ട് വഴക്കായിരുന്നു. അപ്പോൾ എന്താണ് അമ്മ ഇത്, പള്ളിയിൽ നിന്ന് നൽകുന്ന ഈ സമ്മാനം എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇതൊരപ്പമാണല്ലോ അമ്മേ. അപ്പം അമ്മ പറഞ്ഞു, മോനെ ഇത് അപ്പമല്ല, ഇത് ഈശോയുടെ സാന്നിധ്യമാണ്, ഈശോയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കും, പടത്തിൽ രൂപത്തിലൊക്കെ ഈശോയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ അപ്പം ആയിട്ട് മാറുന്ന ഒരു ഈശോയെക്കുറിച്ചുള്ള അറിവ് ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അമ്മ പറയും, മോനെ ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഈശോ കണ്ടെത്തിയ ഒരു അത്ഭുത മാധ്യമമാണ് വിശുദ്ധ കുർബാന. ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ, അപ്പമായി മാറി നമ്മുടെ ഉള്ളിലേക്ക് വരാൻ, ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്, സ്നേഹം കൊണ്ട് ഈശോ അപ്പമായിട്ട് അവതരിച്ചു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ അപ്പമായിട്ട് അവതരിച്ചു. എന്നും നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ ഈശോ പരിശുദ്ധ കുർബാനയിൽ നമ്മെ തേടിയെത്തുന്നു. അപ്പോൾ അമ്മയോട് വീണ്ടും ചോദ്യമായി, അമ്മേ എങ്ങനെയാണ് ഈശോ അപ്പമായി മാറുന്നത്? അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമുണ്ട്, എങ്കിലും അമ്മ അപ്പമായി മാറുന്നത് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ആ തലക്കിട്ടൊരു അടി തന്നിട്ട് എൻ്റെ അമ്മച്ചി എന്നോട് ഇപ്രകാരം പറഞ്ഞു, എടാ ഇതുപോലെ കുഴക്കുന്ന ചോദ്യങ്ങളൊന്നും അമ്മച്ചിയോട് നീ ചോദിക്കാതെ. അമ്മച്ചിക്ക് ഒരു കാര്യം അറിയാം, സ്നേഹം, ഈശോയുടെ സ്നേഹം, ഇത്രമാത്രം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് എന്ന് പറയുന്നതും ഈശോയുടെ വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്മസ്, ക്രിസ്തുവിൻ്റെ ബലി, ഒരു മനുഷ്യനോളം, ഒരു മനുഷ്യ കുഞ്ഞിനോളം, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത ഒരു മനുഷ്യ കുഞ്ഞിനോളം ശൂന്യവൽക്കരിക്കുന്ന കർത്താവിൻ്റെ ആ ബലിയാണല്ലോ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത്. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ. പാപിദാസന് പാഥേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. ഈശോയുടെ ഈ വലിയ സ്നേഹം ക്രിസ്മസിൽ നമ്മൾ ഓർക്കുന്നു.
മനുഷ്യക്കുഞ്ഞായി നമ്മോടൊപ്പമായി നമ്മിലൊരുവനായി കർത്താവ് തൻ്റെ ദൈവത്വം മാറ്റിവെച്ച് മനുഷ്യനായി നമ്മിലേക്ക് വന്നതിൻ്റെ മനോഹരമായിട്ടുള്ള ഓർമ്മയാണല്ലോ ക്രിസ്മസ്. വീണ്ടും ക്രിസ്മസ് കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈരടികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു രാത്രി ജാഗരണത്തിൽ വലിയ ക്ഷീണവും പനിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസം, അന്നത്തെ ദിവസത്തിൽ നേരം വെളുത്ത സമയം മുതൽ വൈകുന്നേരം വരെ പ്രായോഗികമായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചാവറയച്ചൻ്റെ സൂക്തങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല, ആ ദിവസം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന്. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ കഴിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചിരുന്നു. ഈ ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ കയറിയിരുന്നു. രാത്രി ഒരു 10-12 മണിയായി. ഉണ്ണീശോയുടെ ഒരു രൂപമുണ്ട് ദേവാലയത്തിൽ. ആ രൂപത്തിന് മുമ്പിൽ ഒരു തിരി ഞാൻ കത്തിച്ചു വെച്ചു. ഞാൻ ഉണ്ണീശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദേവാലയത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് ആ പ്രാർത്ഥനയിൽ ആ ദിവസം എന്നും ഓർക്കാൻ ദൈവം മാതാവിലൂടെ ഒരു സമ്മാനം തന്നു, ഉണ്ണീശോയെക്കുറിച്ചുള്ള ഒരു ഗാനം. അത് ഇപ്രകാരമാണ്: രാരീരോ രാരാരോ രാരീരാരീരോ രാരാരോ ഉണ്ണി മിശിഹ പിറന്നു, ദിവ്യതാരകം തെളിഞ്ഞു, ദൈവദൂതന്മാർ നിരന്നു, ആട്ടിടയന്മാരണഞ്ഞു, ഉണ്ണി നിന്നെ കാണുവാൻ താരാട്ടു പാടുവാൻ കുഞ്ഞുങ്ങൾ ഞങ്ങൾ വരുന്നു. ഈ ഗാനത്തിൻ്റെ പല്ലവിയൊക്കെ കേട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ഇത് വലിയൊരു ശോകഗാനം പോലെ ആയല്ലോ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും സത്യത്തിൽ ആ പുൽക്കൂടിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ സന്തോഷമായാലും ഒരു ഇല്ലായ്മയുടെ ശൂന്യതയുടെ ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ, നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമാണ് പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുന്ന നമ്മൾ. സമ്പന്നനായ ഉണ്ണി പുൽക്കൂട്ടിൽ, ദരിദ്രരായ നമ്മൾ പുൽക്കൂടിന് മുമ്പിൽ. ഈ ഒരു ചിന്തയാണ് ഈ ഗാനത്തിൽ ആവിഷ്കരിക്കാനായിട്ട് പരിശ്രമിച്ചിരിക്കുന്നത്. എൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ: കുഞ്ഞുടുപ്പു നെയ്തതില്ലൻ ഉണ്ണി, പുണ്യങ്ങളും ചെയ്തതില്ലൻ ഉണ്ണി, നെഞ്ചകത്തിൻ നൊമ്പരങ്ങളെല്ലാം നിന്റെ കയ്യിൽ ഏകിടാം പൊന്നുണ്ണി, കൂപ്പുകൈകൾ കാണിക്കയായേകാം കാരുണ്യത്തിൻ നീരുറവയുണ്ണി, കാലിക്കൂട്ടിലെ വൈക്കോൽ തുമ്പിൻ്റെ ചാരത്തെന്നെ നിർത്തിടണേ ഉണ്ണി, കണ്ണിറയെ നിന്നെ കണ്ടു മടങ്ങാൻ, കണ്ണുനീരിൻ കാലമൊക്കെ മറക്കാൻ, കണ്ണിറയെ നിന്നെ കണ്ടു മടങ്ങാൻ, എൻ്റെ കണ്ണുനീരിൻ കാലമൊക്കെ മറക്കാൻ. എൻ്റെ ഒരു എളിയ ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ പുൽക്കൂടിന് മുമ്പിലും നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാവും. ആ ഉണ്ണിയുടെ ആ പിള്ളക്കച്ചയുടെ ആ പുൽക്കൊടി തുമ്പിൻ്റെ ചാരത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യത, ഒരു അനുഗ്രഹം ഉണ്ണി എനിക്ക് തരണമേ എന്നാണ് കുറിച്ചു വെച്ചത്. തുടർന്ന് ആ മാതാവിൻ്റെ താരാട്ട് ഗാനം, മാലാഹമാരുടെ ഈണം, ഇവയോടൊക്കെ ചേർത്തുള്ള ഒരു രചനയാണ് ചെയ്തിരിക്കുന്നത്. അമ്മ മേരി ചൊല്ലിത്തന്ന താരാട്ടിൻ ഇമ്പമുള്ളൊരീണം പോലെ ജീവിതം,
ഉണ്ണിയുടെ തങ്കത്തളിർ കൈകളിൽ സോദരർക്കു ദീപമായി വിളങ്ങണം. അല്ലലെല്ലാം നീക്കി എൻ്റെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കണേ പൊന്നുണ്ണി. തുടർന്ന് കാലിക്കൂട്ടിലെ വൈക്കോൽ തുമ്പിൻ്റെ ചാരത്ത് നിൽക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഉണ്ണിയോട് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം മാതാവ് ഉണ്ണിക്ക് പാടിക്കൊടുത്ത ഒരു താരാട്ട് പോലെ ആവണം എന്നൊരു എളിയ ചിന്തയാണ്. മറ്റുള്ളവർ നമ്മുടെ ജീവിതം ഒരു ഗാനം, ആസ്വാദ്യകരമായ ഒരു ഗാനം കേൾക്കുന്നത് പോലെ അന്ന് ഉണ്ണിയുടെ ജനനത്തിൽ മാലാഖമാർ പാടിയ, പരിശുദ്ധ അമ്മ പാടിയ ഒരു ഗാനം കേൾക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായിട്ട് മാറണം എന്നതാണ് ഈ ക്രിസ്മസ് ഗാനത്തിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഒരു സന്ദേശം. നമുക്കറിയാം, നമ്മൾ ക്രിസ്മസ് കാലത്തേക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും വർണ്ണശബളമായ മനോഹരമായ ദീപങ്ങൾ, നക്ഷത്ര ദീപങ്ങൾ, എല്ലാവരുടെയും ഒരു ഉത്സവമാണ് ക്രിസ്മസ്. നാനാജാതി മതസ്ഥരായ എല്ലാവരും ഈ ക്രിസ്മസ് ഹൃദയത്തിലേറ്റുന്നവരാണ്. വൈദ്യുത ദീപ അലങ്കാരങ്ങൾ, നക്ഷത്ര ദീപങ്ങൾ, പുൽക്കൂടുകൾ ഒരുക്കിക്കൊണ്ട്, നോമ്പ് നോറ്റ് ഉണ്ണീശോയുടെ വരവിന് വേണ്ടി ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങും, മനോഹരമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങും. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ ഓർക്കുമ്പോൾ ക്രിസ്മസ് ഡിസംബർ മാസമായാൽ അപ്പോൾ തന്നെ ഉണ്ണീശോ പുല്ലെന്ന് പറഞ്ഞൊരു പുല്ല് തന്നെയുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. ആ ഉണ്ണീശോ പുല്ല് കൊണ്ടുവന്ന് അതെല്ലാം എടുത്തു വെച്ച് ഉണക്കി പുൽക്കൂട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കുകളാണ്. മനോഹരമായിട്ട് പുൽക്കൂട് ഒരുക്കുന്നതിനുള്ള തിരക്കുകളാണ്. അതുപോലെ കരോളിൻ്റെ എത്രയോ മനോഹരമായ ഓർമ്മകളാണ് നമുക്കുള്ളത്. ക്രിസ്മസ് കരോള് എല്ലാ വീടുകളിലൂടെയും കുട്ടികളും യുവാക്കളും മുതിർന്ന പ്രായമായവരും എല്ലാവരും ഒന്നിച്ച് ഉണ്ണീശോയുടെ ജന്മം അറിയിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും നമ്മൾ പോയിട്ട് ക്രിസ്മസിൻ്റെ സന്ദേശം അറിയിക്കാറുണ്ട്. കൊച്ചുനാളിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രിസ്മസ് ഓർമ്മയുണ്ട്. ക്രിസ്മസ് പപ്പയാകാനുള്ള ഭാഗ്യം ഒരു പ്രാവശ്യം കിട്ടി. അങ്ങനെ ക്രിസ്മസ് പപ്പയാകാൻ വേണ്ടി ഭാഗ്യം കിട്ടിയ ക്രിസ്മസ് പപ്പയായി ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ക്രിസ്മസിന് ഉണ്ണീശോയും കൊണ്ട് പോകുന്ന അവസരത്തിലാണ് തൊട്ടടുത്ത വീട്ടിലെ പട്ടിക്കുട്ടിയിൽ നിന്ന് പട്ടി തുറന്ന് പട്ടി ഓടി ഒരു കുഴിയിലൊക്കെ പോയി വീണ്. അങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ മനോഹരമായിട്ടുള്ള ഓർമ്മയുണ്ട്. പട്ടി ഓടിച്ചപ്പം വീണ്. പക്ഷേ പട്ടി അടുത്ത് വന്നു കഴിഞ്ഞപ്പം പട്ടി ഒന്നും ചെയ്തില്ല, പേടിച്ച് ഓടിയതാണ്. പട്ടി ക്രിസ്മസ് പപ്പയെ കണ്ടിങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരം അതിശയത്തോടെ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും എല്ലാ ക്രിസ്മസ് വരുമ്പോഴും ഇത് സന്തോഷത്തോടെ ഞാൻ ഓർക്കാറുണ്ട്, ഈ പട്ടി ഓടിച്ച ഒരു ക്രിസ്മസ്. പിന്നെ അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി എല്ലാവർക്കും കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പരമാവധി ശേഖരിക്കുകയാണ് പോക്കറ്റുകളിൽ. ഒരു ബേക്കറി പോലെ ആയി കുട്ടികളുടെയൊക്കെ കീശ. അപ്പോൾ പല വീടുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഒരു ശേഖരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് പപ്പ ആയതുകൊണ്ട് എനിക്ക് ഈ ചായ കുടിക്കാൻ പറ്റില്ല, കാരണം ഈ മുഖംമൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ കപ്പളത്തിൻ്റെ ഒരു തണ്ട് അത് മുറിച്ചെടുത്തിട്ട് ആ തണ്ട് ഗ്ലാസ്സിലിട്ടിട്ട് തന്നു. തൊണ്ട മുഴുവൻ പൊള്ളിപ്പോയി, വലിയ ചൂടായിരുന്നു. അങ്ങനെ ഓരോ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. ജോലിക്ക് പുറത്തു പോയവരൊക്കെ വീട്ടിലേക്ക് വരുന്നു, പഠിക്കാൻ പോയ കുട്ടികൾ വരുന്നു, എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സന്തോഷമാണ്. ഒരു കൊച്ചു ചിന്ത കൂടി പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ക്രിസ്മസിന് നമ്മൾ ദേവാലയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടും, പുൽക്കൂടുകൾ ഒരുക്കും, പ്രാർത്ഥനാ ഗാനങ്ങൾ പാടും, ആഘോഷമായിട്ടുള്ള ദിവ്യബലി, കുർബാനയിടയ്ക്ക് വലിയ മാലപ്പടക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ആ ക്രിസ്മസൊക്കെ ആഘോഷിച്ച് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ണീശോ നൽകുന്ന ഒരു ആനന്ദം, ഉണ്ണിയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ ആ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥകമാണെന്ന് തോന്നുകയാണ്. ഈ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ഹൃദയത്തിൽ ഒരു ശൂന്യത ബാക്കിയാകുന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്മസ് അനുഭവത്തിന് നമ്മുടെ മനസ്സ് പരുവപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു എളിയ ചിന്ത. ക്രിസ്മസ് എന്നത് സന്തോഷത്തിൻ്റെയും നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ അവസരമാണ്. തമ്പുരാൻ തൻ്റെ സമാധാനം നമുക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും കൊടുക്കേണ്ടത് പൊന്നോ വെള്ളിയോ ഒന്നുമല്ല,
നിങ്ങൾ എവിടെ ചെന്നാലും ഏത് ഭവനത്തിൽ ചെന്നാൽ നിങ്ങൾ എൻ്റെ സമാധാനം അവർക്ക് കൊടുക്കുക. ആ സമാധാനത്തിന് യോഗ്യനായവൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം കുടിയുള്ളൂ. എനിക്ക് തോന്നിയാണ് കുട്ടികൾ എറിഞ്ഞു കളിക്കുന്ന ഈ റബ്ബർ പന്ത് പോലെയാണ് ഈ സമാധാനം. യോഗ്യതയില്ലെങ്കിൽ കരിങ്കല്ലിൽ തട്ടിയാൽ ആ പന്ത് തിരികെ വരും. എന്നാൽ ഒരു നല്ല തളിരിലകളുള്ള ഒരു മരത്തിലേക്ക് നമ്മൾ ആ പന്ത് എറിഞ്ഞാൽ ആ പന്ത് ആ തരളിതമായ തളിരിലകളുള്ള ആ മരത്തിനകത്ത് ആ പന്ത് സുരക്ഷിതമായിരിക്കും. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന മനോഹരമായൊരു ധ്യാനം ഇതാണ്. കഠിന ഹൃദയത്തിൽ ഈ സമാധാനം ഒരിക്കലും നിലകൊള്ളില്ല. എന്തുകൊണ്ടാണ് ഈശോ ഒരു മനുഷ്യനായി മാറിയത്, ഒരു ശിശുവായി മാറിയത്? എന്തുകൊണ്ടാണ്? പ്രതാപത്തോടെ അല്ലെങ്കിൽ പ്രൗഢിയോടെ അവിടുന്ന് അവതരിക്കാതെ കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യത്തിൽ, ആ പിള്ളക്കച്ചയിൽ ദാരിദ്ര്യത്തിൽ ദരിദ്രനായ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് തമ്പുരാൻ പിറന്നത്? തോന്നുകയാണ് ഈ തരളിത ഭാവം, ശിശുവിൻ്റെ ഭാവം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. കാഠിന്യമില്ലാത്ത ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സമാധാനം, സമൃദ്ധി, കൃപ, ഐശ്വര്യം, പ്രകാശം, വരപ്രസാദം ഒക്കെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഈശോ ഒരു ശിശുവിനെ പോലെ ആകുവിൻ എന്ന് ശിശുവായി പിറന്ന ഈശോ നമ്മെ പഠിപ്പിച്ചു. ക്രിസ്മസ് കാലത്തിന് വേണ്ടി ഈണം നൽകിയ ഏതാനും ഈരടികൾ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് ഉണ്ണീശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിലനിൽക്കുന്ന ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഗാനം പാടാം. ലല്ലാ ലല്ലല്ലാ 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 ഗ്ലോറിയ 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 ഗ്ലോറിയ. ദൈവകുമാരൻ്റെ ദിവ്യജനനം മണ്ണിനു സൗഭാഗ്യം, സ്വർഗപിതാവി മക്കൾക്കേകിയ സുന്ദര സമ്മാനം. തിരുനാളായി അണിചേരാം ഹൃദയത്തിൽ സ്നേഹവുമായി, തിരുനാളായി അണിചേരാം ഹൃദയത്തിൽ സ്നേഹവുമായി. വാനവർ ദൂതരും മാനവർ ഞങ്ങളും ചേർന്നു പാടുകയായി ഈ സ്നേഹ സംഗീതം. ഗ്ലോറിയ 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 ഗ്ലോറിയ. ആദിയിലേദനിൽ വിരിഞ്ഞ പാപം നീക്കിടുവാൻ പുൽക്കുടിലിൽ വന്നു ദൈവം. പൂനിലാവു പെയ്തിടുന്ന ദിവ്യരാവിൽ പാരിജാത പരിമളം പരന്നു പാരിൽ. ആട്ടിടയർ കൂട്ടമായി അണഞ്ഞിടുന്നു, ദൈവദൂതരൊത്തു ചേർന്നു പാടിടുന്നു. ആട്ടിടയർ കൂട്ടമായി അണഞ്ഞിടുന്നു, ദൈവദൂതരൊത്തു ചേർന്നു പാടിടുന്നു. ഗ്ലോറിയ 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 ഗ്ലോറിയ. സകലമാനവർക്കു നിത്യജീവനേകാൻ സമയപൂർത്തിയിൽ പിറന്നു സത്യദൈവം. ആരുമന്യരായി അനാഥരായിടാതെ ആർദ്രമാനസങ്ങളിൽ നിറഞ്ഞു ദൈവം. വചനമിന്നു മനുജനായി പിറന്നു പാരിൽ, ഹൃദയവീഥി നിറയെ ദിവ്യശോഭയേകാൻ. വചനമിന്നു മനുജനായി പിറന്നു പാരിൽ, ഹൃദയവീഥി നിറയെ ദിവ്യശോഭയേകാൻ. ദൈവകുമാരൻ്റെ ദിവ്യജനനം മണ്ണിനു സൗഭാഗ്യം, സ്വർഗപിതാവി മക്കൾക്കേകിയ സുന്ദര സമ്മാനം. തിരുനാളായി അണിചേരാം ഹൃദയത്തിൽ സ്നേഹവുമായി, തിരുനാളായി അണിചേരാം ഹൃദയത്തിൽ സ്നേഹവുമായി. സ്നേഹമുള്ളവരെ, ഈശോയിൽ നിന്ന്
പരിശുദ്ധ അമ്മ വാങ്ങി നൽകിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്കുള്ളതെല്ലാം. ഈ സംഗീത വരദാനം മാതാവിൻ്റെ സമ്മാനമാണ്. ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവരെയും പുൽക്കൂട്ടിലെ ഉണ്ണീശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്.